ഗ്രാനൈറ്റ്സ് വണ്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കരിംനഗറിലാണ്. തെലുങ്കാന എന്ന് പറയുന്ന സംസ്ഥാനത്തെ കരിംനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. മുൻപ് ഞാൻ കരിംനഗറിലുള്ള ഒന്ന് രണ്ട് ഗ്രാനൈറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് ചില കാര്യങ്ങൾ വിട്ടുപോയത് കൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിലുകൾ ഉൾപ്പെടുത്തി വിശദമായ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. തെലുങ്കാനയിൽ നമുക്ക് പ്രധാനമായിട്ടും ഗ്രാനൈറ്റ് അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് വാറങ്കലും കരിംനഗറും. അടുത്തടുത്ത രണ്ട് ജില്ലകളാണ്. ഹൈദരാബാദിൽ നിന്നും ഏകദേശം ഒരു 180-170 കിലോമീറ്റർ ദൂരത്തിലാണ് കരിംനഗർ എന്ന ജില്ല സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വിജയവാഡ എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 150 കിലോമീറ്റർ ദൂരത്തിലാണ് വാറങ്കൽ എന്ന് പറയുന്ന ജില്ല സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കേരളത്തിൽ നിന്നും വരുമ്പോൾ വാറങ്കൽ വഴിയാണ് നമ്മൾ കരിംനഗറിൽ എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ ഹൈദരാബാദ് ഫ്ലൈറ്റിനാണ് വരുന്നതെങ്കിൽ നമ്മൾ ഹൈദരാബാദിൽ വന്നതിന് ശേഷം വേണം നമുക്ക് കരിംനഗറിലേക്ക് വരുവാൻ വേണ്ടിയിട്ട്. വളരെ മികച്ച ക്വാളിറ്റിയുള്ള കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും കേരളത്തിന്റെ പരിസ്ഥിതിക്കും അനുയോജ്യമായിട്ടുള്ള മികച്ച 3-4 വെറൈറ്റി ഗ്രാനൈറ്റുകൾ ലഭിക്കുന്ന സ്ഥലമാണ് വാറങ്കലും കരിംനഗറും. വാറങ്കൽ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ബ്ലൂയിഷ് കളറുകളിലുള്ള ഗ്രാനൈറ്റുകളാണ് പ്രധാനമായിട്ടും വാറങ്കലിൽ നമുക്ക് ലഭിക്കുന്നത്. ഹണി ബ്ലൂ, അതുപോലെ തന്നെ സഫയർ ബ്ലൂ, എന്താ പറയുക ടാൻ ബ്ലൂ, അങ്ങനെ ബ്ലൂവിഷ് വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയലുകളുടെ പോളിഷും ലപ്പോത്ര ഫിനിഷും ഉള്ള ഗ്രാനൈറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റാണ് വാറങ്കൽ. വാറങ്കൽ ടൗണിൽ നിന്നും 30 കിലോമീറ്റർ ദൂരെയുള്ള എൽക്കത്തുരുത്തി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ ഫാക്ടറികൾ സ്ഥിതി ചെയ്യുന്നത്. എൽക്കത്തുരുത്തി എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ഈ ഒരു ചെറിയ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഏകദേശം 35ഓളം യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവയെല്ലാം തന്നെ ഏറ്റവും മികച്ച നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന, ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്ലാന്റുകളാണ് ഉള്ളത്. എല്ലാം ഒന്നിനൊന്ന് മികച്ചവയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മികച്ച യൂണിറ്റുകൾ നിരക്കി നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് യൂണിറ്റിൽ നിന്ന് വേണമെങ്കിലും മെറ്റീരിയലുകൾ സെലക്ട് ചെയ്യാം. കാരണം എല്ലാ യൂണിറ്റുകളും തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ലൈനർ പോളിഷ് യൂണിറ്റുകളും അതുപോലെ തന്നെ മൾട്ടി കട്ടർ മെഷീനുകളും ഉൾപ്പെടെയുള്ള ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യൂണിറ്റുകളാണ്. അപ്പോൾ വാറങ്കൽ വന്നാലും നമുക്ക് ഇവിടുത്തെ ഏത് യൂണിറ്റുകളിൽ നിന്ന് നമുക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം. ബ്ലൂയിഷ് മെറ്റീരിയലുകളാണ് നമുക്ക് അവൈലബിൾ എങ്കിൽ നമ്മൾ അവിടെ എന്താ പറയുക, നമുക്ക് ബ്ലൂയിഷ് കളറുകളിലുള്ള മെറ്റീരിയലാണ് നമുക്ക് അവൈലബിൾ എങ്കിൽ നമ്മൾ വാറങ്കലിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. നമുക്ക് ബ്രൗണിഷ് മെറ്റീരിയൽ, അതായത് ടാൻ ബ്രൗൺ, ടാൻ എന്താ പറയുക മേപ്പിൾ റെഡ്, മേപ്പിൾ ബ്രൗൺ, ടാൻ ബ്രൗൺ, അങ്ങനെ ബ്രൗണിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളാണ് നമുക്ക് താല്പര്യമെങ്കിൽ നമ്മൾ നേരെ കരിംനഗറിലേക്ക് വരിക. എൽക്കത്തുരുത്തിയിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ കരിംനഗർ സിറ്റിയിൽ എത്തിച്ചേരാം. കരിംനഗർ സിറ്റിയിൽ നിന്നും സിർസില റൂട്ടിൽ 15 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക ഈ കരിംനഗറിലെ മെയിൻ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എത്തിച്ചേരും. ഈ ഇൻഡസ്ട്രിയൽ ഏരിയകളാണ് നമുക്ക് ബ്രൗണിഷ് മെറ്റീരിയലുകൾ മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ വിട്ടുപോയിട്ടുള്ള മെറ്റീരിയലുകളെ കുറിച്ചിട്ടുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വാറങ്കലിലും കരിംനഗറിലും അവൈലബിൾ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള മെറ്റീരിയലുകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ എന്താ പറയുക ഒരു കമ്പാരിസൺ നമുക്ക് നടത്താൻ പറ്റും. ബ്ലൂയിഷ് മെറ്റീരിയലുകൾ ഉൾപ്പെടുന്ന വാറങ്കലിലെ മെറ്റീരിയലും ബ്രൗണിഷ് മെറ്റീരിയൽ ഉൾപ്പെടുന്ന കരിംനഗറിലെ മെറ്റീരിയലെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കി തരുവാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്കിനി പ്ലാന്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് ആ മെറ്റീരിയലുകളുടെ ഡീറ്റെയിലേക്ക് പോകാം. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗ്രാനൈറ്റ്സ് വണ്ടർ വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പ്ലാന്റിനുള്ളിലാണുള്ളത്. പ്ലാന്റിൽ നമ്മൾ സ്ലാബ് കട്ട് ചെയ്യുന്നത്, അതായത് കോറിയിൽ നിന്ന് വരുന്ന കല്ല് കട്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മൾട്ടി കട്ടർ മെഷീനാണ് ഈ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്നത്. മൾട്ടി കട്ടർ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോഴത്തേനും സ്ലാബിന് തിക്നെസ് വ്യത്യാസം ഉണ്ടാവുന്നില്ല. കോറിയിൽ നിന്ന് കൊണ്ടുവരുന്ന കല്ല് 4 വശവും മെഷീനിൽ ഡ്രസ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇവിടെ മെഷീനിൽ കട്ട് ചെയ്യുന്നത്. പ്യുവർ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ മെഷീനിൽ കല്ലുകൾ കട്ട് ചെയ്യുന്നത്. 100% വാട്ടർ കട്ടിംഗ് മെഷീനുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മികച്ച ക്വാളിറ്റി ഈ മെറ്റീരിയലിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ പ്ലാന്റിൽ പ്രധാനമായിട്ടും 3 മെഷീനുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ മെഷീനുകളിൽ മാക്സിമം 3 അടി വീതി വരെയുള്ള കല്ലുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുവാൻ കഴിയുന്നു.
ഒരേ സമയം 12ഓളം സ്ലാബുകൾ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള മൾട്ടി കട്ടർ മെഷീനാണ് ഈ ഫാക്ടറിയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കട്ടിംഗ് മെഷീനാണ്. ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വന്നിരിക്കുന്ന കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കട്ടിങ് നടക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് പുറത്തു വരുന്ന കല്ല് ഇതുപോലെ ചിപ്പ് ചെയ്തെടുക്കുന്നു. ഓരോ സ്ലാബുകളായി ചിപ്പ് ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നെ അടുത്ത അപ്പോക്സി ഉൾപ്പെടെയുള്ള പോളിഷിംഗ് പ്രോസസ്സിലേക്ക് വരുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് ഇമ്പോർട്ടഡ് മെഷീനാണ്. 20 ഹെഡുള്ള ഫുള്ളി ഓട്ടോമാറ്റിക് ലൈനർ പോളിഷ് മെഷീനാണ് ഈ ഫാക്ടറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ മികച്ച ഫിനിഷിങ് മെറ്റീരിയൽ ലഭിക്കുന്നു. ലെപ്പോത്ര ആയാലും പോളിഷ് ആയാലും വളരെ മികച്ച ഫിനിഷാണ് കിട്ടുന്നത്. സാധാരണ ലൈനർ പോളിഷ് മെഷീനുകളെല്ലാം തന്നെ 12 ഹെഡുള്ള മെഷീനുകളാണ്. എന്നാൽ ഇവിടെ 20 ഹെഡുള്ള മെഷീനുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലെപ്പോത്രയ്ക്ക് കുറച്ചുകൂടി ലെപ്പോത്ര ഫിനിഷിനും പോളിഷിങ്ങിനും കുറച്ചുകൂടി ഫിനിഷിങ് അധികമായി ലഭിക്കുന്നു. പിന്നെ ഈ മെഷീനിൽ തന്നെയാണ് അതിൻ്റെ സൈഡ് കട്ടിങ് എല്ലാം ഈ മെഷീനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പം ഫിനിഷ് ചെയ്ത് ലെപ്പോത്ര ഫിനിഷ് ചെയ്ത് പുറത്ത് വരുന്നൊരു സ്ലാബാണ്. ഇവിടെ ലേബർ വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. കാരണം ഫുള്ളി ഓട്ടോമാറ്റിക് സംവിധാനമായതുകൊണ്ട് പോളിഷ് ചെയ്ത് പുറത്ത് വരുന്ന സ്ലാബുകൾ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡിലേക്ക് കൊണ്ട് വയ്ക്കുവാൻ വേണ്ടി 1-2 പേരുടെ സഹായം മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ എല്ലാ സംവിധാനങ്ങൾക്കും ആധുനികമായ മെഷീനുകളും കാര്യങ്ങളും ഉപയോഗിക്കുന്നതുകൊണ്ട് ലേബർ ഈ ഫാക്ടറി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 6-7 ലേബർ മാത്രമേ അവർക്ക് ആവശ്യമായി വരുന്നുള്ളൂ. സാധാരണ ഒരു ഫാക്ടറിയിൽ 20, 25, 30 ലേബറാണ് വേണ്ടി വരിക. പക്ഷേ പുതിയ സാങ്കേതിക വിദ്യയുള്ള പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മെഷീനുകളും കാര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് ലേബർ വളരെ കുറയ്ക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. ഇങ്ങനെ സ്റ്റാൻഡിൽ കൊണ്ട് വയ്ക്കുന്ന സ്ലാബുകളാണ് പിന്നെ നമ്മൾ വന്ന് ചോസ് ചെയ്യുന്നു. അത് ക്വാളിറ്റി വൈസിൽ ഓരോ ലോട്ടുകളും പരിശോധിച്ച് നമുക്ക് ആവശ്യമായവ സെലക്ട് ചെയ്യുന്നു. ഇതിപ്പം ഹണി ബ്ലൂവിൻ്റെ ലെപ്പോത്ര ഫിനിഷിൽ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. വളരെ മികച്ച ക്വാളിറ്റിയുള്ളൊരു മെറ്റീരിയലാണ്. വേരിയേഷനോ കാര്യങ്ങളോ കംപ്ലയിൻസോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ കംപ്ലയിൻറ്റുകൾ പ്രധാനമായിട്ട് വരുന്നത് ലൈൻ വരാം, ഫ്ലവറിൽ വേരിയേഷൻ വരാം, അതുപോലെ തന്നെ പാച്ചുകൾ വരാം, വൈറ്റ് പാച്ച് വരാം, ബ്ലാക്ക് പാച്ച് വരാം. ഇങ്ങനെ ഈ ഡിഫക്റ്റുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ മെറ്റീരിയലിന് ഇവിടെ റേറ്റ് വരുന്നത്. ഇവിടുത്തെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് 60 രൂപ മുതൽ. ഇപ്പോൾ ബ്ലൂയിഷ് മെറ്റീരിയലുകളും ബ്രൗണിഷ് മെറ്റീരിയലുകളും സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഏകദേശം 60 രൂപ മുതൽ 90 രൂപ വരെയാണ് ബ്ലൂയിഷ് ബ്രൗണിഷ് മെറ്റീരിയൽ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ഇതിപ്പോൾ ഒരു ബ്രൗൺ മെറ്റീരിയലാണ്. ബ്രൗൺ മെറ്റീരിയൽ ഇതിൻ്റെ ഒരു സൈഡ് ഇത് വേരിയേഷനുള്ള മെറ്റീരിയലാണ്. വേരിയേഷനുള്ള മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രഷ് മെറ്റീരിയലിൻ്റെ റേറ്റിൽ വരുന്നില്ല. അതുപോലെ ലൈനുള്ള മെറ്റീരിയൽ വരികയാണെങ്കിൽ വീണ്ടും അതിനേക്കാൾ താഴെയായിരിക്കും അതിൻ്റെ റേറ്റ് വരിക. അപ്പം 65, 70, 75, 80 ലെപ്പോത്രയാണെങ്കിൽ നമുക്ക് 70 രൂപ മുതൽ 110 രൂപ വരെ റേഞ്ചിലുള്ള മെറ്റീരിയലുകളുണ്ട്. ഇപ്പോൾ കോഫി ബ്രൗൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും റേറ്റ് കൂടിയ മെറ്റീരിയൽ. കോഫി ബ്രൗൺ മെറ്റീരിയലിൻ്റെ പോളിഷിംഗ് മെറ്റീരിയലിന് ഏകദേശം 110 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റെഡ് മെറ്റീരിയൽ, ഇതിപ്പം ഹണി ബ്രൗൺ ഉണ്ട്, ഹണി ബ്ലൂ ഉണ്ട്. ഇതിപ്പോൾ ഹണി ബ്ലൂവിൻ്റെ മറ്റൊരു ലോട്ട് ലെപ്പോത്ര ഫിനിഷ് മെറ്റീരിയലാണ്. ഇതിൻ്റെ ഒരു സൈഡിലൊരു ചെറിയ വേരിയേഷൻ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും ഒരു സൈഡ് ഭാഗത്തായിട്ട് ചെറിയൊരു ലൈൻ പോലെ വരുന്നതുകൊണ്ട് ഇത് ശരിക്കും എന്താ പറയുക സെമി ക്വാളിറ്റി മെറ്റീരിയലായിട്ടാണ് നമ്മൾ കൂട്ടുക. അതിൻ്റെ റേറ്റ് വരുമ്പോഴും സെമിയുടെ റേറ്റാണ് നമ്മളോട് അവർ വാങ്ങിക്കുന്നത്. ഫിനിഷിങ്ങുകളെല്ലാം അസാധ്യമായ ഫിനിഷായിരിക്കും. 4 സൈഡും ഡ്രസ്സ് ചെയ്തിട്ടുള്ള കല്ലുകളായിരിക്കും. കാണുവാൻ തന്നെ വളരെ മനോഹരമാണ് അവ. നമുക്ക് കടയിലൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുള്ള ഇതിപ്പോൾ സഫയർ ബ്ലൂ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. സഫയർ ബ്ലൂ എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ പോളിഷിംഗ് മെറ്റീരിയലാണ് ഇതുള്ളത്. പോളിഷിംഗ് എല്ലാം വളരെ മികച്ചതാണ്. ഇവിടെയുള്ള യൂണിറ്റുകളിലെല്ലാം തന്നെ ഏറ്റവും മികച്ച പോളിഷാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോളിഷിങ്ങിനോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചോ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. എല്ലാം തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ലൈനർ പോളിഷ് മെഷീനുകളാണ്. ഇത് മേദമ്പള്ളി എന്ന് പറയുന്ന ടാൻബ്രോണിൽ തന്നെ മേദമ്പള്ളി എന്ന് പറയുന്ന ക്വാറിയുടെ മെറ്റീരിയലാണ്. ഇത് ഒരു റെഡിഷ് ബ്രൗൺ ആയിരിക്കും വരിക മെറ്റീരിയൽ. ഇതും വളരെ മികച്ച ഫിനിഷിങ് തരുന്ന ഒരു മെറ്റീരിയലാണ്. നമ്മുടെ കേരള മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള മെറ്റീരിയലാണിത്. മേദമ്പള്ളി റെഡാണ്. ഇത് ടാൻബ്രോണിൽ തന്നെ മേദമ്പള്ളി എന്ന് പറയുന്ന റെഡ് മെറ്റീരിയൽ. ഇത് ഹണി ബ്ലൂവിൻ്റെ മറ്റൊരു പോളിഷിംഗ് ലോട്ടാണ് ഇതുള്ളത്. ധാരാളം വെറൈറ്റി മെറ്റീരിയൽ, ധാരാളം ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ലോട്ടുകളെല്ലാം ഈ ഫാക്ടറിയിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് ചോയ്സ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ലഭിക്കുന്നില്ല. ലെപ്പോത്ര ആയാലും പോളിഷ് ആയാലും എല്ലാം നമുക്ക് യഥേഷ്ടം
തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ലോട്ടുകൾ സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ മെറ്റീരിയലിൻ്റെ മെഷർമെൻറ്റിലേക്ക് കിടക്കുക. അതായത് ഓരോ സ്ലാബുകളും തൂത്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഓരോ സ്ലാബുകളും 1 by 1 ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഇൻസ്പെക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നതാണ്. ഓരോ സ്ലാബുകളും നമ്മൾ ഇതിപ്പോൾ റെഡിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇവിടെ. ഇവർ ലാക്ക റെഡ് എന്നാണ് ഇത് പറയുക, പക്ഷേ റോയൽ റെഡ് എന്ന പേരിലാണ് ഈ മെറ്റീരിയൽ അറിയപ്പെടുന്നത്. നല്ല റെഡാണ്, നല്ല റെഡ് കളറാണ്. ഇതിൻ്റെ പക്ക ഫ്രഷ് ആയിട്ടുള്ള മെറ്റീരിയലിന് 120 രൂപ വരെ ഇവരിവിടെ റേറ്റ് ചോദിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ള 100% യൂണിഫോം ആയിട്ടുള്ള മെറ്റീരിയലിന് 120 രൂപ വരെ റേറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലോട്ടുകൾ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പിന്നെ മെഷർമെൻറ്റ് പ്രോസസ്സിലേക്ക് പോകുന്നത്. മെയിനായിട്ട് നമുക്കിവിടെ 30 ടൺ വണ്ടിയാണ് മിനിമം ടണ്ണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് മേതമ്പള്ളിയുടെ ലെപ്പോത്ര ഫിനിഷിൻ്റെ മറ്റൊരു ലോട്ടാണ്. ഇതിപ്പോൾ നമ്മൾ എടുത്ത മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ നമ്മളിപ്പം അളക്കുകയാണ്. ഓരോ സ്ലാബുകളായിട്ട് നമ്മൾ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഓരോ സ്ലാബുകൾ 1 by 1 ആയിട്ട് നമ്മൾ അതിൻ്റെ ഡിഫക്റ്റുകളോ കാര്യങ്ങളോ നോക്കി നമ്മൾ മെഷർമെൻ്റ് അനുസരിച്ച് എടുക്കുന്നു. ഓരോ സ്ലാബുകൾ നമ്മളിങ്ങനെ തൂത്ത് തുടച്ച് അതിൻ്റെ ക്രാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഡിഫക്റ്റുകളോ ഒക്കെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നത്. മെഷർമെൻറ്റ് തന്നെ നമുക്കെല്ലാം പരിശോധിക്കാം. ഓരോ സ്ലാബുകളുടെയും മെഷർമെൻറ്റ് നമുക്ക് പരിശോധിക്കാം. നമ്മൾ പറയുന്ന അനുസരിച്ച് അവർ മെറ്റീരിയൽ വൃത്തിയാക്കി തൂത്ത് തുടച്ച് വൃത്തിയാക്കി നമ്മളെ ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ലേബർ സഹായിക്കും. അതിനുശേഷം നമ്മൾ ഓരോ സ്ലാബുകളായിട്ട് ഇതുപോലെ നമ്മൾ നീളവും വീതിയും എത്രയുണ്ടെന്നുള്ളത് നമ്മൾ നോക്കി അളന്ന് ഓരോ സ്ലാബുകളും നമ്മൾ അളന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ഷൻ ജോലികൾ പൂർത്തിയായി അങ്ങനെ മെഷർമെൻറ്റ് ഷീറ്റ് പരിശോധിച്ച് അവയുടെ ടോട്ടലുകൾ കണ്ടെത്തി ഫാക്ടറിക്കാരന് നൽകുവാനുള്ള പേയ്മെൻറ്റുകൾ നൽകി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി വിളിക്കുക, വണ്ടിയിൽ ലോഡ് ചെയ്യുക, മെറ്റീരിയൽ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുക. ഇതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വരുമ്പോഴത്തേന് ഉള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയാണ് വണ്ടി വാടക എനിക്കറിയാവുള്ളൂ. മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള വണ്ടി വാടക എനിക്ക് ധാരണയില്ല. 3400 മുതലാണ് തൃശ്ശൂർ 3400, എറണാകുളം 3500, ആലപ്പുഴ 3600, അങ്ങനെ തിരുവനന്തപുരം വരെ വാടക ചെറിയ വ്യത്യാസം വരും. ടണ്ണിനാണ് വാടക. മിനിമം നമുക്ക് 30 ടണ്ണെങ്കിലും ഉള്ള വണ്ടി മാത്രമേ ഇവിടെ ലഭിക്കുകയുള്ളൂ. 30 ടണ്ണ് മുതൽ 30, 35, 40 ടണ്ണ് വരെയുള്ള വണ്ടി നമുക്ക് ലഭിക്കുന്നതാണ്. ചെറിയ വണ്ടികൾ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ സീസൺ അനുസരിച്ച് വണ്ടിയുടെ വാടകയിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമായിട്ട് വരാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് മെറ്റീരിയലുകൾ പർച്ചേസ് ചെയ്ത് പോകാം. കേരളത്തിലെ ഡീലർമാർക്കും അതുപോലെ തന്നെ പ്രോജക്റ്റുകൾ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വീടുകളുടെ പണിക്കും ആവശ്യമായിട്ടുള്ള ഗ്രാനൈറ്റുകൾ ധൈര്യമായിട്ട് നമുക്കിവിടെ വന്ന് നേരിട്ട് വാങ്ങിപ്പോകാം. എത്തിപ്പെടാനും വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ അവൈലബിൾ ആണ്. ഈ ഫ്ലൈറ്റിന് വരുന്നവരാണെങ്കിൽ ഹൈദരാബാദ് വഴി വന്നാൽ മതി. അപ്പം ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കുന്ന, അല്ലെങ്കിൽ പ്രധാനമായിട്ടും കേരളത്തിലെ ഗ്രാനൈറ്റിൻ്റെ ഷോപ്പുകൾ നടത്തുന്നവർക്ക് ഒരു ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കുമെന്ന് വിശ്വാസത്തോടുകൂടി വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ നമുക്ക് കാണാം. ഗ്രാനൈറ്റ്സ് വണ്ടർ വേൾഡിൻ്റെ ഈ ഒരു എപ്പിസോഡ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.